ശ്രീമതി രാധാറാണി അവതരിച്ചതിന് ശേഷം ഇതിന് പൗർണമാസി ദേവിയാണ് പൊതുവെ ശ്രീമതി രാധാറാണിയും ശ്രീകൃഷ്ണ ഭഗവാനും എവിടെ വെച്ചാണ് ഇന്ന് കണ്ടുമുട്ടേണ്ടത് എന്ന് ഓരോ ദിനങ്ങളിലും നിശ്ചയിക്കുന്നത് ദേവിയാണ്. ശ്രീമതി രാധാറാണി വൃഷഭാനുവിൻ്റെ വീട്ടിൽ, വൃഷഭാനുവാണ് ശ്രീമതി രാധാറാണിയുടെ അച്ഛൻ, അവിടെ അവതരിച്ചതിന് ശേഷം ഒരു ദിവസം പൂർണ്ണമാസി ദേവി അവിടെ വൃഷഭാനുവിൻ്റെ വീട്ടിലെത്തുകയാണ്. അതിന് പൗർണമാസി ദേവി കൊച്ചുകുട്ടിയായ രാധാറാണിയെ കണ്ട ഉടൻ തന്നെ പൗർണമാസിക്ക് ഒരുപാട് രോമാഞ്ചം വന്നു. എന്നിട്ട് പറഞ്ഞു, ഇത് സാക്ഷാൽ രാസേശ്വരിയായ ശ്രീമതി രാധാറാണിയാണ് അങ്ങയുടെ ഭവനത്തിൽ അവതരിച്ചിരിക്കുന്നത്. എന്നിട്ട് പൗർണമാസി ദേവി കീർത്തത ദേവിയെടുത്ത് വൃഷഭാനു ദേവി അദ്ദേഹത്തിനോടും പറഞ്ഞു, ഈ കുട്ടിയെ നന്നായി നോക്കണം, ഇത് സാക്ഷാൽ ആദിലക്ഷ്മിയാണ്. എല്ലാ ലക്ഷ്മി സ്വരൂപങ്ങളും വരുന്നത് ഈ കുട്ടിയിൽ നിന്നാണ്. ഇത് ഈശ്വരിയാണെന്ന് പറയുന്നത്. ഭഗവാൻ പരമേശ്വരനും ഇത് പരമ ഈശ്വരിയാണ് ശ്രീമതി രാധാറാണി. ഭൂലോകത്തിൻ്റെയും ഗോലോകത്തിൻ്റെയും നിയന്ത്രിക്കുന്ന ദേവിയാണെന്ന് പറയുന്നു. അതായത് നമ്മൾ ഈ താമസിക്കുന്ന ഭൗതിക ലോകവും ആധ്യാത്മിക ലോകത്തിൻ്റെയും ഈശ്വരിയാണ് ശ്രീമതി രാധാറാണി. ഈ കുട്ടിയെ എപ്പോഴും ഗോപകന്യമാരാണ് പൂജിക്കുന്നത്. അതായത് ഗോപികമാരുടെ ആരാധ്യ ദേവിയാണെന്ന് പറയുന്നു. ബ്രഹ്മദേവൻ, മഹാദേവൻ, ഇന്ദ്രൻ, മരുത്തുക്കൾ, വരുണദേവൻ ഇവരെല്ലാം എപ്പോഴും സദാസമയം ഇതേ ദേവിയുടെ തൃപ്പാദങ്ങളെ പൂജിച്ചുകൊണ്ടിരിക്കുന്നു. എങ്ങനെയാണോ സാക്ഷാൽ ശ്രീഹരി ഈ ഭൂമിയിൽ സ്വന്തം ഇഷ്ടപ്രകാരം വരുന്നത്, അതേപോലെ തന്നെ ഹരിയുടെ തന്നെ ശക്തിയായ ശ്രീമതി രാധാറാണി സ്വന്തം ഇഷ്ടപ്രകാരം അങ്ങയുടെ ഭവനത്തിൽ വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഈ കുട്ടി ഇവിടെ അവതരിച്ചിരിക്കുന്നത് വളരെ രഹസ്യമായിട്ടുള്ള എന്തോ ലീലകൾ ചെയ്യാനാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ കുട്ടിയെ നന്നായിട്ട് നോക്കണമെന്ന് പറഞ്ഞു.